ചെറുപ്പത്തിൽ ഈ പൂക്കുറ്റി അല്ലെങ്കിൽ പൂത്തിരി പൊട്ടിക്കാത്ത ആരും ഉണ്ടാവില്ല. ആഘോഷ പരിപാടികൾ വരുമ്പോൾ, വിഷു അതുപോലെയുള്ള പരിപാടികൾ വരുമ്പോൾ പ്രധാന ഒരു ഐറ്റമാണ് ഈ പൂക്കുറ്റി എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ കുറച്ച് ഫാസ്റ്റാണ്. ഒരാൾ ഇതുപോലെ പേപ്പർ കൊണ്ടുള്ള ഷീറ്റ് ഉണ്ടാക്കുന്നു, മറ്റൊരാൾ ഇതിന് നിറക്കാനുള്ള മരുന്ന്, അത് വെടിമരുന്നാക്കുന്നു. പിന്നീട് ഇതുപോലെ പേപ്പറുകൾ അട്ടിക്ക് വെച്ചിട്ട് ഇതുപോലെ ഉണക്കി ആണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഈ പേപ്പറിൻ്റെ ആണ്. പേപ്പർ ഇതുപോലെ മെഷീനിൽ വെച്ച് പ്രസ് ചെയ്തെടുത്ത് പിന്നീട് ഈ പേപ്പറുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഒരാൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കട്ട് ചെയ്ത് അട്ടി വെച്ചിട്ടുള്ള ഈ സാധനം റബ്ബർ ബാൻഡൊക്കെ ഇട്ട് മാറ്റി വെച്ച് പിന്നീട് ഇത് വെള്ളത്തിൽ മുക്കി വെക്കും. വെള്ളത്തിൽ മുക്കി വെച്ച് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ മുക്കി വെക്കുന്നത്. ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ച് അതിനെ നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ട് കെമിക്കൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, വെള്ളത്തിൽ എന്തായാലും ഇതുപോലെ മുക്കിയെടുത്ത് ഇത് വീണ്ടും ഉണക്കാൻ വെക്കും. നന്നായിട്ട് അത് വെള്ളം ആദ്യം കിട്ടിയിട്ട് ഉണക്കാൻ വെക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചുറ്റി എടുക്കാൻ പറ്റും. അതായത് ആ നേരത്തെ കട്ടിയുള്ള ആ കാർഡ്ബോർഡ് ചുറ്റി പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിൽ മുക്കി വെച്ചത്. അതിനുശേഷം ഇങ്ങനെ റോളാക്കിയിട്ട് നമ്മൾ ആ പൂക്കുറ്റിയുടെ ഷേപ്പിലേക്ക് മാറ്റി ഒരു ചേച്ചി ഇങ്ങനെ ആക്കി അവിടെ വെക്കും. ഇത് നേരെ കൊണ്ടുപോയിട്ട് എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കും. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ്. ഇങ്ങനെ വെയിലത്ത് വെച്ച് കുറേ സമയം വെച്ച് ഉണക്കിയെടുത്ത ശേഷം ആ ഉണങ്ങി കിട്ടുന്ന ഐസ്ക്രീം കോണൊക്കെ പോലെയുള്ള ആ കണ്ടെയ്നർ ഇതുപോലെ നന്നായിട്ട് ഉണക്കിയെടുത്ത് പിന്നീട് അത് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ക്യാപ്പ് കണക്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ക്യാപ്പ് കണക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് വീണ്ടും ചെയ്യും. പിന്നെ ഇതിലേക്ക് നിറക്കാനുള്ള പൊടികൾ തയ്യാറാക്കി വെക്കുകയാണ് ഓരോരാൾ. അപ്പോൾ ഇതെല്ലാം ഓരോ ആളുകളാണ് മാറി ചെയ്യുന്നത്. ഇത് ക്വിക്കായിട്ടുള്ള പ്രോസസ്സാണ്. ഓരോ ആൾ ഇപ്പോൾ എനിക്കൊന്ന് സൾഫറാന്ന് തോന്നുന്നു ഈ നിറക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ സാധനം വെച്ച് പൊട്ടിച്ചതായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ അപ്പോൾ ചെറിയ ഡൗട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ആ ഡൗട്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിലേക്ക് മരുന്നുകൾ നിറച്ച് ഇത് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നിറച്ച ഈ സാധനമാണ് നമ്മൾ തീ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിന്നെ മുകളിലോട്ടേക്ക് വരുന്നത്. ചിലത് പൊട്ടിത്തെറിക്കാറുണ്ട്. കുറേ ആളുകൾ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എൻ്റെയൊക്കെ കയ്യിൽ നിന്ന് ഒരുപാട് വർഷം ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മരുന്ന് മിക്സാക്കിയത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുറേ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഫൈനലി ഈ പൂക്കുറ്റി ആകുന്നത്. അപ്പോൾ ഈ മൂപ്പർ ഇതുപോലെ അരിച്ചെടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഈ പൊടി അങ്ങനെ തന്നെ കൊണ്ടുപോയി മറ്റൊരു സെക്ഷനിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഒരു ചേച്ചീനെ ഏൽപ്പിക്കും. ഇവരിത് ഇവിടുന്ന് വീണ്ടും ഇതേപോലെ കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്ത് കുറേ ഗ്രാനുൾസ് പോലെ ചെറിയ ബോൾസ് പോലെയുള്ള സംഭവങ്ങളാക്കി മാറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ വീണ്ടും എന്തൊക്കെ കാര്യങ്ങൾ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഇത് മിക്സ് ചെയ്ത അവസാനം അത് വീണ്ടും ഇതുപോലെയുള്ള ഒരു നെറ്റിൽ വെച്ചിട്ട് അവർ നന്നായിട്ട് അരിച്ചെടുക്കുന്ന സമയത്ത് ഇത് കുറേ ഗ്രാനുൾസായിട്ട് ചെറിയ ഗ്രാനുൾസ് പോലെയുള്ള ഇതായിട്ട് മാറും. കണ്ടോ? അപ്പം ഇനി ഇതാണ് ഇവർ ഈ നേരത്തെ പറഞ്ഞ കണ്ടെയ്നറിലേക്ക് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഇത് അരിച്ചെടുത്ത് ഗ്രാനുൾസായിട്ട് കിട്ടി. ചെറിയ ഗ്രാനുൾസ് വരുമ്പോൾ ചെറിയ കല്ലുകൾ പോലെയുള്ള സംഭവങ്ങളായിട്ട് കിട്ടി. ഇതാണ് നമ്മൾ പൊട്ടിക്കുന്നത്. ഓക്കെ, ഇനി ഇത് അവർ വീണ്ടും കൊണ്ടുപോയിട്ട് ഉണക്കി വെച്ച് അങ്ങനെ ഇപ്പോൾ ഇതുപോലെ പല സ്ഥലത്തായിട്ട് ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒന്നല്ല, കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞ് എടുത്തിട്ടാണ് പിന്നെ ഇതിലേക്ക് നിറക്കുന്നത്. ഇനി നെക്സ്റ്റ് പരിപാടി ഫില്ലിംഗ് ആണ്. ഇതിലേക്ക് സാധനം എടുത്ത് നിറച്ച് ഇതുപോലെ അടിച്ച് അതിലേക്ക് ആക്കി നല്ല രസമുണ്ട് സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ ഫില്ല് ചെയ്ത ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ടാണ് അത് അടക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് സൈഡ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ബാക്ക് സൈഡ് ഫില്ല് ചെയ്ത് അവരിത് മൊത്തം നേരെ കൊണ്ടുപോയിട്ട് വീണ്ടും ഉണക്കിയെടുക്കും. ഇത് മൊത്തത്തിൽ ഉണങ്ങി കിട്ടിയാൽ ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ ഈ ഒരു കണ്ടെയ്നറിന് നല്ല അടിപൊളി സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കമ്പനീൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഇനിയിപ്പം അടുത്ത പരിപാടി കമ്പനീൻ്റെ സ്റ്റിക്കർ അടിക്കുക, അതുപോലെ ഇതിൻ്റെ വെടിമരുന്ന് ഇത് നമ്മൾ തീ കൊടുക്കുന്ന സമയത്ത് കത്താനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുക. അപ്പോൾ അതാണ് നെക്സ്റ്റ് പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇതിന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് ഈ സംഭവം വരിക. അപ്പോൾ ഇത് ഒരാൾ ചേച്ചി വിടുന്നിട്ട് അതിൻ്റെ പുറത്തുള്ള ആ ലേബലിംഗ് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അതായത് ഇതിൻ്റെ ഫൈനൽ ടച്ചിലേക്ക് വന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന പൂക്കുറ്റി റെഡിയായി. ഇതാണ് ഈ സാധനത്തിൻ്റെ
പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സംഭവം നമ്മൾ ഒറ്റയടിക്ക് പൊട്ടിച്ച് കളയുമെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയും ആൾക്കാർ അധ്വാനം നിമിഷ നേരം കൊണ്ട് കത്തി തീർന്നു. ഇത്രയേ ഉള്ളൂ.